ലഹോറിന് പിന്നാലെ കറാച്ചിയിലും റാവൽപിണ്ടിയിലും ഡ്രോൺ ആക്രമണം. 9 നഗരങ്ങളിൽ ആക്രമണം നടന്നതായും പാക് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു. പി ബസന്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്താണ്? എന്ത് തരത്തിലാണ് ഇത് സ്ഥിരീകരണം നമുക്ക് ലഭ്യമാകുന്നത് ഈ ഘട്ടത്തിൽ? മോത്തി, ഇപ്പോൾ പാകിസ്ഥാൻ ആണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇക്കാര്യം പറയുന്നത്. അതായത് പാകിസ്ഥാനിലെ 9 നഗരങ്ങളിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ള വിവരം. അതായത് ലാഹോറിൽ ഇന്ന് രാവിലെ 3 സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. പാക് മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ കറാച്ചിയിലും അതോടൊപ്പം തന്നെ റാവൽപിണ്ടിയിലും സമാനമായ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഇതിൻ്റെ ചില ദൃശ്യങ്ങളും പാകിസ്ഥാനിലെ ചില എക്സ് ഹാൻഡിലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ചിലത് മാധ്യമപ്രവർത്തകരാണ്, മറ്റ് നാട്ടുകാരെടുത്ത ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. കറാച്ചിയിലെ ബഹറിയ പട്ടണത്തിലും അതുപോലെ മിലേറിലും സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരമാണ് വരുന്നത്. ഈ രണ്ടിടത്ത് നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം റാവൽപിണ്ടിയിലെ പിണ്ടിയിലുള്ള ഫുഡ് സ്ട്രീറ്റിലാണ് ഡ്രോൺ പതിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അല്പസമയം മുമ്പ് പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസിൻ്റെ ഡയറക്ടർ ജനറലാണ് ഇക്കാര്യം ഔദ്യോഗികമായിട്ട് പറഞ്ഞത്. അതായത് ഇന്ത്യ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തി. അത് ഇസ്രായേലിൻ്റെ ഹൊറോപ്പ് ഡ്രോണുകളാണ് ഇന്ത്യ ഉപയോഗിച്ചത് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഔദ്യോഗികമായി പറയുന്നത്. അതേസമയം ഇന്ത്യ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല, ശ്രദ്ധ തിരിക്കാനുള്ളൊരു ശ്രമം മാത്രമാണ് എന്നുള്ള ഒരു സൂചനയാണ് ഇന്ത്യ പറയുന്നത്. പക്ഷേ അതിനിടയിൽ അമൃത്സറിൽ പാകിസ്ഥാൻ ഡ്രോൺ വഴി മിസൈലുകൾ അയക്കാനുള്ള ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തി എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. രാവിലെ അമൃത്സറിന് സമീപം ഉഗ്രസ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നു. പക്ഷേ അതിനുശേഷം അമൃത്സറിന് സമീപമുള്ള മജീദ എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രാമത്തിൽ നിന്നും ചില പ്രൊജക്ടൈലുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ഈ സ്ഫോടന വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് 2 സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരപ്രകാരമാണെങ്കിൽ പാകിസ്ഥാൻ ചില മിസൈലുകൾ അയക്കാനുള്ള ശ്രമം ഇന്ത്യയുടെ പ്രതിരോധ സന്നാഹങ്ങൾ പരാജയപ്പെടുത്തി എന്നാണ് പുറത്തു വരുന്നത്.